അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ഒരിക്കൽ ഇബ്ലീസ് അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനുസരിക്കാതെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചല്ലോ. അത് ഒരു തെറ്റായ ചിന്ത മാത്രമായിരുന്നില്ല, തൻ്റെ തെറ്റ് അംഗീകരിക്കാതെ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തതായിരുന്നു അവൻ്റെ നാശത്തിൻ്റെ കാരണം. ഞാൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ ഉന്നതനാണ് എന്ന അഹങ്കാരവും തർക്കവാസനയും അവനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റി. അതുപോലെ തന്നെ ചരിത്രത്തിൽ പല സമൂഹങ്ങളും സത്യത്തെ അംഗീകരിക്കാതെ അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് വഴിപിഴച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാ വല്ല ഖൗമുൻ ബഅദഹു തൻകാനു അലൈഹി ഇല്ലാ ഊതുൽ ജദൽ. ഏതൊരു ജനതയും സന്മാർഗത്തിലായിരുന്നതിനു ശേഷം തർക്കവാസന ലഭിച്ചിട്ടല്ലാതെ വഴിപിഴച്ചിട്ടില്ല. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ആയത്ത് കൂടി ഓതി, ബൽഹും ഖൗമുൻ ഖസിമൂൻ. അല്ല, അവർ തർക്ക സ്വഭാവമുള്ള ഒരു ജനതയാണ്. സൂറത്തു സുഖ്റുഫ് 58-ാമത്തെ ആയത്താണിത്. പ്രിയമുള്ളവരെ, ഇന്ന് കുടുംബങ്ങളിലും സമൂഹത്തിലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും അനാവശ്യ തർക്കങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വന്തം അഭിപ്രായം ജയിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നു, സത്യം കണ്ടെത്താനല്ല. ചിലപ്പോൾ ശരിയായ ഭാഗത്ത് നിൽക്കുന്നവരും വാക്കുതർക്കം കൊണ്ട് ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നല്ലോ, വഖൂലു ലിന്നാസി ഹുസ്ന. മനുഷ്യരോട് നല്ല വാക്കുകൾ നിങ്ങൾ പറയുക. സൂറത്തുൽ ബഖറ 83-ാമത്തെ ആയത്തിലാണിത്. മറ്റൊരിടത്ത് അല്ലാഹു തആല പറയുന്നു, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു സയ്യിഅ. ഏറ്റവും നല്ല രീതിയിലാണ് ദോഷത്തെ പ്രതിരോധിക്കേണ്ടത്. പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ജയിക്കുന്ന വാദിയാകാനല്ല, നല്ല സ്വഭാവക്കാരനാകാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹത്തായ ഒരു വാഗ്ദാനം നൽകിയത്. അന സഈമും ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖ. തൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിലും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൻ്റെ താഴ്വാരത്ത് ഒരു വീട് ഞാൻ ഉറപ്പു നൽകുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്കുണ്ട്, തർക്കം അറിവിൻ്റെ പ്രകാശം ഇല്ലാതാക്കുകയും ഹൃദയത്തിൽ കാഠിന്യത സൃഷ്ടിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, സമൂഹത്തിൽ, സോഷ്യൽ മീഡിയയിൽ ഒരു തർക്കം തുടങ്ങുമ്പോൾ നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം, ഇതുകൊണ്ട് ഞാൻ അല്ലാഹുവിൻ്റെ പ്രീതി നേടുന്നുണ്ടോ, അതോ ഒരു വാദം ജയിക്കാൻ വേണ്ടി മാത്രമാണോ ഞാൻ ശ്രമിക്കുന്നത്? ഓർക്കുക, ചിലപ്പോൾ ഒരു വാക്ക് നിശബ്ദമാകുന്നത് ഒരു വലിയ ഇബാദത്താണ്. ഒരു തർക്കം ഉപേക്ഷിക്കുന്നത് ഒരു സ്വർഗ വീടിൻ്റെ വിലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നല്ല സ്വഭാവക്കാരായും തർക്കം ഒഴിവാക്കുന്നവരായും സ്വർഗാവകാശികളായും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.